ഒട്ടേറെ വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളുള്ള ഒരു നാടാണ് മധ്യപ്രദേശ് എന്ന നാട്. അതായത് നിർമ്മാണ രീതിയിലും ശൈലിയിലും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളുള്ള നാട്. ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ കഥകളും എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അത്തരത്തിലൊരു ക്ഷേത്രമാണ് ഓർച്ച എന്ന ചരിത്ര നഗരത്തിലെ ചതുർഭുജ് ക്ഷേത്രം. രാമന് വേണ്ടി പണിത ക്ഷേത്രം ഇന്ന് കൃഷ്ണക്ഷേത്രമായി മാറിയ ഈ ക്ഷേത്രത്തിന്റെ കഥ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. മധ്യപ്രദേശിലെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചതുർഭുജ് ക്ഷേത്രം. ചതുർ എന്നാൽ നാലെന്നും ഭുജം എന്നാൽ കൈകളുമെന്നാണ് അർത്ഥം. അതായത് 4 കൈകളുള്ളവനെ ആരാധിക്കുന്ന ക്ഷേത്രം എന്നാണ് ചതുർഭുജ് ക്ഷേത്രത്തിന്റെ അർത്ഥം. ഇവിടെ ചതുർഭുജനായി കണക്കാക്കുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെയാണ്. മധ്യപ്രദേശിലെ ചരിത്രമുറങ്ങുന്ന നഗരം എന്നറിയപ്പെടുന്ന ഓർച്ചയിലാണ് പ്രശസ്തമായ ചതുർഭുജ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഓർച്ച ഫോർട്ട് കോംപ്ലക്സിന് പുറത്തായാണ് ഈ ക്ഷേത്രമുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഓർച്ചയിലെ ബുണ്ടേല രജ്പുത് വംശത്തിൽപ്പെട്ട മധുകാർ ഷായാണ് തന്റെ ഭാര്യയായ റാണി ഗണേഷ് കുമാരിക്കായി ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആരംഭിച്ചത്. പിന്നീട് വീർ സിംഗ് ദേവ് എന്ന പേരുള്ള അവരുടെ മകനാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഓർച്ചയിലെ വിശ്വാസമനുസരിച്ച് റാണി ഗണേഷ് കുമാരിക്ക് സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. റാണി ഗണേഷ് കുമാരി കടുത്ത രാമഭക്തയും അവരുടെ ഭർത്താവ് കൃഷ്ണഭക്തനുമായിരുന്നു. റാണി ഗണേഷ് വാരിക്ക് രാമൻ സ്വപ്നത്തിൽ തന്റെ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുവെന്നാണ് ചരിത്രം. തന്റെ ഭർത്താവിൽ നിന്നും ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നേടി അവർ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് റാണി ക്ഷേത്രത്തിൽ വയ്ക്കുന്നതിനായി ശ്രീരാമന്റെ ചിത്രം അന്വേഷിച്ച് അയോധ്യയിലേക്ക് പോയി. ചിത്രവുമായി തിരികെ വന്നപ്പോൾ ക്ഷേത്രത്തിന് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ അവർ ഈ ചിത്രം തന്റെ മുറിയിൽ സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ കൊട്ടാരത്തിൽ സൂക്ഷിക്കരുത് എന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. ഒടുവിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി രൂപം ക്ഷേത്രത്തിലേക്ക് എടുക്കുവാൻ തുടങ്ങിയപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അത് അവിടെ നിന്ന് അനങ്ങിയില്ല എന്നാണ് ഐതിഹ്യം. അങ്ങനെ ആ രൂപം കാലങ്ങളോളം റാണിയുടെ കൊട്ടാരത്തിൽ തന്നെ തുടരുകയും ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഒഴിച്ചിടുകയും ചെയ്തു. റാണിയുടെ കൊട്ടാരത്തിൽ നിന്നും പിന്നീട് ഒരിക്കലും ആ രാമന്റെ രൂപം മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പകരം രാമൻ ഭരിക്കുന്ന ഇടമെന്ന നിലയിൽ ആ കൊട്ടാരം ഇന്നും അറിയപ്പെട്ടു പോരുന്നു. രാമനെ ഒരു രാജാവായി ആരാധിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം കൂടിയാണിത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ കൊട്ടാരത്തിന്. വിഷ്ണുവിന്റെ അവതാരമായ രാമന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമായിരുന്നതിനാൽ നിർമ്മാണത്തിൽ പല വ്യത്യസ്തതകളും പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണുവിന്റെ 4 ഭുജങ്ങളെ അനുസ്മരിക്കുന്ന വിധത്തിൽ 4 ഗോപുരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൊത്തുപണികളുടെയും അലങ്കാരങ്ങളുടെയും കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. ചുറ്റിലും കൊത്തിവച്ചിരിക്കുന്ന താമരപ്പൂക്കളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രം, കോട്ട, കൊട്ടാരം എന്നിവയുടെ വാസ്തുവിദ്യാ സവിശേഷതകൾ സമന്വയിപ്പിച്ച സങ്കീർണമായ ബഹുനില ഘടനാപരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബാഹ്യ വാസ്തുവിദ്യാ സവിശേഷതകളിൽ ദളങ്ങളുള്ള കല്ലിന്റെ മോൾഡിങ്ങുകൾ, ചായം പൂശിയ പുഷ്പങ്ങൾ, ജാമിതീയ ഡിസൈനുകൾ, താമരമുകുളങ്ങൾ, രത്നങ്ങളുള്ള കല്ല്, ബാൽക്കണി പ്രൊജക്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ നിർമ്മിക്കുമ്പോൾ വർഷങ്ങളായി സ്വർണം പൂശിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഓർച്ച നഗരം, വളഞ്ഞൊഴുകുന്ന ബെത്വ നദി, സാവൻ ഭഡോൺ, രാമരാജക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നിവയുടെ മനോഹരമായ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. മധ്യപ്രദേശിലെ ഓർച്ച എന്ന സ്ഥലത്താണ് പ്രശസ്തമായ ചതുർഭുജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓർച്ച ഫോർട്ട് കോംപ്ലക്സിന്റെ പരിധിക്കുള്ളിലുള്ള ഈ ക്ഷേത്രം ബെത്വ നദിയോട് ചേർന്നുള്ളതാണ്. ഡൽഹി, ഭോപ്പാൽ, ഗ്വാളിയർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ നിരവധി മാർഗങ്ങളുമുണ്ട്.